ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോമോസ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എമ്മോറ്റിയിൽ ഒരു തവണ പോയപ്പോഴത്തേക്ക് അവിടെ വാവ് മോമോ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് നമ്മൾ കഴിച്ചായിരുന്നു ഒരു ദിവസം. അപ്പോൾ അത് ഭയങ്കരമായിട്ട്, അപ്പോൾ ഷെസ്വാൻസ് മോമോ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ പേര്. അപ്പോൾ പല വെറൈറ്റീസ് ഓഫ് ടൈപ്പിലുണ്ടല്ലോ ഈ സംഭവം. അങ്ങനെ നമ്മൾ ആ ഷെസ്വാൻ സോസിൻ്റെ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ അല്ലെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, ഞാനല്ല കുക്ക് ചെയ്തത്, അനിയത്തിയാണ് കുക്ക് ചെയ്തത്. അപ്പോൾ അവളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ സംഭവമാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മോമോസിനുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ചപ്പാത്തിയുടെ പരുവത്തിൽ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ്, സവാള, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഇതിൻ്റെ വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നല്ല മെൽറ്റായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന, ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല മണം വരും. വെളുത്തുള്ളി മൊരിയുമ്പോഴത്തേക്കുള്ള മണം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ മണം വന്നു കഴിഞ്ഞ് ആ വെളുത്തുള്ളിയൊക്കെ നല്ലൊന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഈ സംഭവങ്ങളൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലാം സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലാവശ്യത്തിന് കുറച്ച്, ആ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസും എഗ്ഗൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഈ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അത്രയൊന്നും വേണ്ട. നമ്മൾ ഈ വെജിറ്റബിൾസ് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ നമ്മളിവിടെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഗ്രാജുവലി കൂട്ടിക്കൊണ്ട് വരണം. ഈ സോയാ സോസിൻ്റെ അളവ് കൂടണം. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പം ആവശ്യത്തിനായിട്ടുള്ള സോയാ സോസ് ഒരുപാടായാലും ഒരു കയ്പ്പ് പോലെ വരും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം ഈ മോമോസിന് ആവശ്യമായിട്ടുള്ള മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ മോമോസ് നമുക്ക് സെറ്റ് ചെയ്യണ്ടേ. നമ്മളിപ്പോൾ മാവ് നനച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മളതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് നമുക്ക് സർക്കിളിൽ പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്സ്, ആ സംഭവം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. മോമോസ് നോർമലി ഒരു കാണാനൊക്കെ ഒത്തിരി ഭംഗിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് മോമോസ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. എന്നുവെച്ചാൽ കുറച്ച് ബട്ടറിൽ ഈ മോമോസ് എല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ട് കുറച്ച് അടിവശം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ മോമോസ് എല്ലാം വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോസാണ് അതിലേക്ക് കൊടുത്തേക്കുന്നത്, കഴിക്കാനെടുത്തത്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഫുള്ളായിട്ട് കയ്യിലില്ലായിരുന്നു, കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.